അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. ഏവർക്കും സന്ധ്യാവചനങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. വെളിപാട് 2-ാം അധ്യായം 4-ാം വാക്യം. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. പ്രിയ സഹോദരരെ, ഈ വചനം നമ്മുടെ മാനസാന്തരത്തെക്കുറിച്ച് ഉള്ളതാണെങ്കിലും ഇതിന് മറ്റൊരു അർത്ഥതലം നമ്മുടെ പരസ്പര അനുരഞ്ജനത്തെക്കുറിച്ച് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഒരാളോട് ക്ഷമിച്ചു എന്ന് ദൈവത്തിന് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? പ്രിയ സഹോദരരെ, ഞാനും ആ ആളുമായി എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ആ ആളുമായി ഞാൻ അനുരഞ്ജനപ്പെട്ടു എന്ന്, ആ ആളിനോട് ഞാൻ ക്ഷമിച്ചു എന്ന് ദൈവത്തിന് ബോധ്യമാകുന്നത്. എന്ന് പറഞ്ഞാൽ, നീയും ആ ആളുമായി നല്ല സ്നേഹത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ ആ ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തിലേക്ക് നീ തിരിച്ചു വരുമ്പോഴാണ് നീയും ആ ആളുമായി അനുരഞ്ജനപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലേ, ആ ആളിൻ്റെ തെറ്റ് നീ ക്ഷമിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ആ ആളോട് ക്ഷമിച്ചു, ആ ആളുമായി അനുരഞ്ജനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ആദ്യത്തെ സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നില്ലെങ്കിൽ ദൈവത്തിന് ഒരിക്കലും നിങ്ങൾ തമ്മിൽ അനുരഞ്ജനപ്പെട്ടു എന്ന് ബോധ്യമാകില്ല. അതുകൊണ്ട് ഈ ഒരു വചനത്തിൻ്റെ ആഴത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കുന്നതിന് ശ്രദ്ധിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം കരുതലോടെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ സഹോദരരുമായി നിരന്തരം ഞങ്ങൾ സ്നേഹത്തിലാകുമ്പോൾ, അനുരഞ്ജനപ്പെടുമ്പോൾ, ഞങ്ങൾ ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ മാത്രമാണ് ക്ഷമയും അനുരഞ്ജനവും ഒക്കെ യാഥാർത്ഥ്യമാകുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. ആമേൻ.